നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. ഈ ലോകത്തിൽ യാതൊന്നാണോ ജഗത്തായി കാണപ്പെടുന്നത്, ചലിക്കുന്നതായിട്ടും ചലിക്കാത്തതായിട്ടും ഒക്കെ കാണപ്പെടുന്നത്, അറിയപ്പെടുന്നത്, അവയെല്ലാം ഈശനാൽ, നാരായണനാൽ, സത്യത്താൽ അകവും പുറവും നിറഞ്ഞിരിക്കുന്നു എന്ന് ഉപനിഷത്ത്. അശ്വിനോ ഘ്രാണയോർ ദേവോ, അശ്വിനീ ദേവന്മാർ അവർ ദേവവൈദ്യന്മാരാണ്, നമുക്കെല്ലാവർക്കും അറിയാം. അനേകം മരുന്നുകളുടെ എല്ലാം അധിപതിയാണവർ, ചികിത്സാ സമ്പ്രദായങ്ങളുടെ എല്ലാം അധിപതിയാണവർ. അത്യന്തം സുന്ദരന്മാരുമാണ്. ആ അശ്വിനി ദേവന്മാരാണ് ഈ നാരായണൻ്റെ ഘ്രാണങ്ങൾ, മൂക്ക് എന്ന് അറിഞ്ഞുകൊള്ളണം. ചക്ഷുഷി ശശിഭാസ്കരവും, ഈ നാരായണൻ്റെ കണ്ണുകൾ ഏതൊക്കെയാണെന്നറിയോ? ചന്ദ്രനും സൂര്യനുമാണ്. നോക്കണം, നാരായണൻ തന്നെയാണ് ഈ ജഗത്തായി, ജഗത് പദാർത്ഥങ്ങളായി നമുക്ക് കാണാൻ കഴിയുന്നതും കാണാൻ കഴിയാത്തതുമായ പ്രപഞ്ച പദാർത്ഥങ്ങളായി ഈ ലോക ജീവിതത്തെ സാധ്യമാക്കി തന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഭീഷ്മൻ്റെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നു. ഇന്ദ്രവൈശ്വാനരവോ ദേവോ മുഖം തസ്യ മഹാത്മനഃ, ആ മഹാത്മാവിൻ്റെ, ആ നാരായണൻ്റെ മുഖം ദേവന്മാരായിരിക്കുന്ന ഇന്ദ്രനും വൈശ്വാനരനുമാണ്, അഗ്നിയുമാണ്. അഗ്നി സമസ്ത പദാർത്ഥങ്ങൾക്കുള്ളിലും പുറമേയും നിറഞ്ഞു നിൽക്കുന്നു. എല്ലാ പദാർത്ഥങ്ങളുടെയും പ്രവർത്തന ശേഷി അഗ്നിയെ ആസ്പദമാക്കി നിൽക്കുന്നു എന്ന് നമുക്കറിയാം. ആ അഗ്നിയും പിന്നെയോ കരുത്തിൻ്റെ, ഉത്സാഹത്തിൻ്റെ, പ്രവർത്തന തേജസ്സിൻ്റെ മുഴുവൻ ഉടമ ഇന്ദ്രൻ, ദേവന്മാരുടെ എല്ലാം അധിപതി. അവർ രണ്ടുപേരുമാണ് ഈ നാരായണൻ്റെ മുഖം എന്ന് അറിഞ്ഞുകൊള്ളൂ എന്ന് യുധിഷ്ഠിരനോട് ഭീഷ്മൻ പറയുകയാണ്. ഇതാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന നാരായണൻ, ഈ കൃഷ്ണൻ. ഈ കൃഷ്ണൻ്റെ മഹിമാനം മനസ്സിലാക്കിക്കൊള്ളൂ. അന്യാനി സർവദേവാനി തസ്യാംഗാനി മഹാത്മനഃ, മഹാത്മാവായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ, ഈ നിൽക്കുന്ന വാസുദേവ കൃഷ്ണൻ്റെ, ദേവകീനന്ദനൻ്റെ അംഗങ്ങളാണ് മറ്റെല്ലാ ദേവന്മാരും. മറ്റെല്ലാ ദേവന്മാരുടെയും പേരുകൾ ഇങ്ങനെ പ്രത്യേകം പറഞ്ഞിട്ട് അവർ ഈ നാരായണൻ്റെ ശരീരത്തിലെ ഏത് ഭാഗമായിരിക്കുന്നു എന്നൊക്കെ വിശദീകരിക്കേണ്ട കാര്യമില്ല. മുഖ്യമായുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ബാക്കിയെല്ലാം ബുദ്ധിമത്തുക്കളായിട്ടുള്ള ആളുകൾക്ക് സ്വാഭാവികമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നവയാണ്. അതാണ് ബാക്കി ദേവന്മാരെല്ലാം നാരായണൻ്റെ അംഗങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളൂ. സർവം വ്യാപ്യ ഹരിസ്തസ്തൗ സൂത്രം മണിഗണാനിവ, എങ്ങനെയാണോ ഒരു സൂത്രം, ഒരു ചരട് രത്നങ്ങളുടെ അല്ലെങ്കിൽ മുത്തുകളുടെ ഉള്ളിൽ കൂടി വ്യാപിച്ചു നിൽക്കുന്നത്. മാല ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ വേണമല്ലോ. രത്നങ്ങൾ കൊണ്ട് മാലയുണ്ടാക്കും, മുത്തുകൾ കോർത്തിട്ട് മാലയുണ്ടാക്കും. പക്ഷേ ആ മുത്തുകൾ മാത്രമായാൽ മാലയാവില്ല, രത്നങ്ങൾ മാത്രമായാൽ മാലയാവില്ല. അതിന് അതേ പ്രകാരത്തിൽ കോർത്ത് നിർത്താൻ വേണ്ടിയിട്ട് ചരട് വേണം. അതിനെ ആ പ്രകാരത്തിൽ ഒരുമിപ്പിച്ച് കോർത്തിണക്കി നിർത്താൻ വേണ്ടിയിട്ട് ചരട് വേണം. ആ ചരട് ആണ് ആ മാലയ്ക്ക് ആസ്പദം. അതേ പ്രകാരത്തിൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ പദാർത്ഥങ്ങളെയും കോർത്തിണക്കി നിർത്തുന്ന ചരടാണ് ഈ നാരായണൻ എന്നറിയുക. എല്ലാറ്റിലും സർവം വ്യാപ്യ ഹരിസ്തസ്തൗ, എല്ലാത്തിലും വ്യാപിച്ചുകൊണ്ട് ഈ ഹരി, ഈ കൃഷ്ണൻ
കുടികൊള്ളുന്നു എന്നറിഞ്ഞുകൊള്ളുക. ഇപ്പോൾ നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ ഒരു മനുഷ്യരൂപത്തിൽ കാണപ്പെടുന്നു, പരിമിതമായൊരു രൂപത്തിൽ കാണപ്പെടുന്നു. പക്ഷേ ഈ പരിമിതമായ രൂപം അദ്ദേഹത്തിൻ്റെ മായാമയമായ രൂപം മാത്രമാണെന്നറിയണം. ഇത് കണ്ടിട്ട് അദ്ദേഹത്തെ ഒരു പ്രകാരത്തിലും വില കുറച്ച് കാണരുത്. അവജാനന്തി മാം മൂഢാഹ മാനുഷീം തനുമാശ്രിതം. ഇതേ കാര്യം ഭഗവത്ഗീതയ്ക്കകത്ത് ഭഗവാന്റെ വാക്യമായിട്ട് നമുക്ക് കേൾക്കാം. ഭീഷ്മൻ പറയുന്ന ഈ കാര്യം, മനുഷ്യ ശരീരത്തെ ധരിച്ച് ഈ ലോകത്തെ നയിക്കുന്നതിന് വേണ്ടിയിട്ട്, ഈ ലോകത്തെ സേവിക്കുന്നതിന് വേണ്ടിയിട്ട്, ഈ ലോകത്തെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ഭൂമിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതായ എന്നെ ഞാൻ മനുഷ്യ ശരീരം സ്വീകരിച്ചിരിക്കുന്നു എന്ന ഒരൊറ്റ കാരണത്താൽ അധികം ആളുകളും നേരെ മനസ്സിലാക്കുന്നില്ല. എന്നിട്ട് എന്നെ വില കുറച്ച് കാണുന്നു. എൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ എന്നെ അവർ നിസ്സാരനായി കാണുകയോ അപഹസിക്കുകയോ അതേപോലെ എൻ്റെ വാക്കുകളെ തിരസ്കരിക്കുകയോ ഒക്കെ ചെയ്യുന്നു. അപൂർവം ചില ആളുകൾ മാത്രമേ എൻ്റെ ഐശ്വര്യമായിരിക്കുന്ന ഭാവത്തെ തിരിച്ചറിയുന്നുള്ളൂ എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. മുത്തുകളുടെ ഉള്ളിലൂടി വ്യാപിച്ചു നിൽക്കുന്നതായ സൂത്രത്തെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അറിയാൻ കഴിയില്ല, മുതിർന്ന ആളുകൾക്ക് മാത്രമേ അറിയാൻ കഴിയുള്ളൂ. ആ സൂത്രമാണ്, ആ ചരടാണ് ഈ മുത്തുകളെ മലയാക്കി നിർത്തിയിരിക്കുന്നത് എന്ന് ബുദ്ധി വികസിച്ച ആളുകൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അതേപോലെ ഭഗവത് മഹിമാനം ഉൾക്കൊണ്ടിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇങ്ങനെ മനുഷ്യരൂപത്തിൽ നിൽക്കുന്ന ഭഗവാനെ കണ്ടിട്ട് ആ ഭഗവാന്റെ ആ ഈശ്വരഭാവത്തെ ആരാധനയോടുകൂടിയിട്ട് ഉൾക്കൊള്ളാനാവുള്ളൂ, ആ ഈശ്വരഭാവത്തെ ശരണം പ്രാപിക്കാനാവുകയുള്ളൂ. ഭഗവാൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ടാണ് ഭഗവാനെ സത്യം എന്ന് ഉപനിഷത് മന്ത്രദ്രഷ്ടാക്കളായിരിക്കുന്ന ഋഷിമാർ നമുക്ക് കേൾപ്പിച്ചു തന്നിരിക്കുന്നത്. നാരായണോ മഹായോഗി സർവജ്ഞ പരമാത്മവാൻ ബ്രഹ്മഭൂതസ്തദാത്മാനം ബ്രഹ്മാണം അസൃജത് സ്വയം. മഹായോഗിയാണ് നാരായണൻ. അദ്ദേഹം സർവജ്ഞനാണ്, എല്ലാം അറിയുന്നവനാണ്. നാം അറിയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ വളരെ നിസ്സാരമായ ഒരംശം മാത്രം, വളരെ നിസ്സാരമായൊരംശം മാത്രം, നിസ്സാരമായൊരംശം മാത്രം അറിഞ്ഞിട്ട് സർവജ്ഞൻ എന്ന് അഹങ്കരിക്കാനാണ് പൊതുവിൽ നമുക്ക് എല്ലാവർക്കും ഉള്ളതായ സ്വഭാവ വൈശിഷ്ട്യം. പക്ഷേ ഈ നാരായണനാണ് യഥാർത്ഥത്തിൽ സർവജ്ഞൻ, എല്ലാത്തിനെയും അറിയുന്നവൻ. നമുക്ക് നമ്മെ തന്നെ അറിയില്ല. നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ഞാനിനെ നാം നിരന്തരം വാക്കുകൾ കൊണ്ട് പറയും ഞാൻ 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 എന്ന്. ആ ഞാനിനെ പോലെ കേമനായിട്ട് ഒരാളില്ല എന്ന് ധരിക്കും, അങ്ങനെ പ്രഖ്യാപിക്കും, അങ്ങനെ സ്ഥാപിക്കാൻ ശ്രമിക്കും. അത്തരം പരിശ്രമങ്ങളാണ് നാളുവരെ ഉണ്ടായിട്ടുള്ള ചെറുതും വലുതുമായ കലഹങ്ങളുടെയും യുദ്ധങ്ങളുടെയും വിനാശങ്ങളുടെയും എല്ലാം കാരണം. എന്നാൽ ഞാൻ സർവജ്ഞനല്ല, സർവശക്തനല്ല എന്നുള്ള യാഥാർത്ഥ്യം അറിഞ്ഞുകൊണ്ട് അത് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല. ഒരു മിനിറ്റ് മനസ്സിനെ ഒന്ന് ഒരിടത്ത്, ഒരു ബിന്ദുവിൽ, ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഒന്നിൽ അനങ്ങാതെ കേന്ദ്രീകരിച്ച് നിർത്താൻ സാധിക്കുന്നു എന്ന് പരിശ്രമിച്ചാൽ മതി. അപ്പോഴേക്കും മനസ്സിലാകും നമ്മുടെ ബലം എത്രയുണ്ട് എന്ന്. ഒരു മിനിറ്റ് നമ്മുടെ ശ്വാസത്തെ നിയന്ത്രിച്ച് നിർത്താൻ ശ്രമിച്ചാൽ മതി. അപ്പോൾ മനസ്സിലാകും നമുക്ക് എത്ര ബലമുണ്ട് എന്ന്. നാം സർവജ്ഞനല്ല എന്ന് വ്യക്തമായിത്തീരും. ഇതാണ് ഭീഷ്മൻ അവിടെ ഇരിക്കുന്ന എല്ലാ രാജാക്കന്മാരോടും പറയുന്നത്. ഈ കൃഷ്ണൻ സർവജ്ഞനാണ്, അതുകൊണ്ടാണ് കൃഷ്ണനെ ആദരിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ബ്രഹ്മസ്വരൂപനാണ്. ഇവിടെ മനുഷ്യരൂപത്തിൽ കാണപ്പെടുന്ന അവസരത്തിൽ തന്നെ അദ്ദേഹം ബ്രഹ്മസ്വരൂപനാണ്. ആ സ്വരൂപത്തിന് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം വിവർത്തം എന്ന് ശങ്കരാചാര്യസ്വാമികൾ നമുക്ക് പരിചയപ്പെടുത്തി തന്നതായ പദം കേൾപ്പിച്ചിരുന്നു, വ്യാഖ്യാനിച്ചുമിരുന്നു. അങ്ങനെ ബ്രഹ്മം തന്നെയായിരിക്കുന്ന അദ്ദേഹം എന്തു ചെയ്യുന്നു? ഈ ലോകത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്
തൻ്റെ തന്നെ ശക്തിയെ പ്രസരിപ്പിച്ചിട്ട് ബ്രഹ്മാവിനെ, സൃഷ്ടിന്മുഖമായിരിക്കുന്ന ഈ നാരായണൻ്റെ ശക്തിപ്രവാഹം അത് തന്നെയാണ് ബ്രഹ്മാവ്. ആ ബ്രഹ്മാവിനെ അദ്ദേഹം സൃഷ്ടിച്ചു. ഈ നാരായണനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അധ്യക്ഷൻ എന്നറിഞ്ഞുകൊള്ളുക. സോധ്യക്ഷ സർവഭൂതാനാം പ്രഭൂത പ്രഭവോച്യുത. യാതൊരു പതനവുമില്ലാത്തവനായ അച്യുതനായിരിക്കുന്ന ആ നാരായണനാണ് എല്ലാ ഭൂതങ്ങളുടെയും ഉൽപ്പത്തിസ്ഥാനം, എല്ലാ ഭൂതങ്ങളുടെയും അധ്യക്ഷൻ, ഈ ലോകത്ത് നടക്കുന്ന സർവ്വചലനങ്ങളുടെയും സർവ്വസംഭവങ്ങളുടെയും അധ്യക്ഷൻ. എല്ലാ ജീവരാശിയും ജീവനില്ലാത്ത പദാർത്ഥങ്ങളും അദ്ദേഹത്തിൻ്റെ ആ അനുഗ്രഹത്താൽ മാത്രമാണ് ഉള്ളതായിത്തീരുന്നത്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്താൽ മാത്രമാണ് സ്വന്തം വാസനയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാൻ ശക്തരായിത്തീരുന്നത്. അങ്ങനെയുള്ള സർവജ്ഞനായിരിക്കുന്ന, എല്ലാറ്റിൻ്റെയും ഉള്ളിലിരുന്ന് അതിനെല്ലാം പ്രവർത്തിക്കാൻ ശേഷി പകരുന്ന, എന്നാൽ എല്ലാം കാണുക മാത്രമേ അദ്ദേഹം ചെയ്യുന്നുള്ളൂ. അദ്ദേഹം ഒന്നും പ്രവർത്തിക്കുന്നില്ല. എല്ലാറ്റിനും അദ്ദേഹം അധ്യക്ഷൻ മാത്രം. അങ്ങനെ ഇരിക്കുന്ന ആ നാരായണൻ സനത്കുമാരം രുദ്രം ച മനും ചൈവ തപോധനാൻ സർവമേവ അസൃജത് ബ്രഹ്മ തതോ ലോകാൻ പ്രജാസ്തഥ. ആ ബ്രഹ്മാവിന് കരുത്ത് നൽകിയിട്ട് ആ ബ്രഹ്മാവിനെ കൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന ശക്തി പ്രവാഹങ്ങളായിരിക്കുന്ന ഋഷിമാരെയും ദേവന്മാരെയും ഒക്കെ സൃഷ്ടിച്ചു. നാരായണനാണ് ഇതിൻ്റെ മുഴുവൻ അധ്യക്ഷൻ. അദ്ദേഹം ബ്രഹ്മാവിലൂടെ, താൻ തന്നെ സൃഷ്ടിച്ച ബ്രഹ്മാവിലൂടെ ഈ സൃഷ്ടികർമ്മം നിർവഹിക്കുന്നു. സനത്കുമാരനെ അദ്ദേഹം സൃഷ്ടിക്കുന്നു. അതേപോലെ രുദ്രനെ അദ്ദേഹം സൃഷ്ടിക്കുന്നു. ഈ പ്രപഞ്ച പദാർത്ഥങ്ങളെയെല്ലാം യഥാസമയം ഉപസംഹരിക്കുന്നതിന് വേണ്ടിയിട്ട് രുദ്രൻ വേണം. സൃഷ്ടിക്കാൻ ബ്രഹ്മാവും, നിലനിർത്താൻ ത്രിമൂർത്തികളിൽ ഒരാളായ വിഷ്ണുവും, അതേപോലെ ഉപസംഹരിക്കാൻ രുദ്രനും വേണം. ആ രുദ്രനെയും ബ്രഹ്മാവിലൂടെയാണ് ഈ നാരായണൻ സൃഷ്ടിച്ചത്. നാരായണൻ ബ്രഹ്മാവിന് മുമ്പേ ഉണ്ട്. നാരായണൻ ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു. ബ്രഹ്മാവിൽ നിന്നിട്ട് രുദ്രൻ ഉണ്ടായി. ശിവപുരാണം എടുത്ത് നാം വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തുടക്കത്തിലേ തന്നെ നമുക്ക് ഈ സൃഷ്ടിപ്രക്രിയ നേരിട്ട് കാണുവാനായി സാധിക്കും. അങ്ങനെ സനത്കുമാരനെയും രുദ്രനെയും അതേപോലെ തന്നെ മനുവിനെയും, എല്ലാവരും തപോധനന്മാരാണ്. അങ്ങനെ എല്ലാറ്റിനെയും ബ്രഹ്മാവിനെ കൊണ്ട് അദ്ദേഹം സൃഷ്ടിപ്പിച്ചു. എല്ലാ പ്രജകളെയും അദ്ദേഹം സൃഷ്ടിച്ചു. എന്നിട്ട് യഥാസമയം ആ നാരായണൻ ഇവയെല്ലാം നാനാരൂപങ്ങളായി സൃഷ്ടിച്ചിട്ട് ജീവനുള്ളതും ജീവനില്ലാത്തതുമായ അനന്തകോടി പദാർത്ഥങ്ങളായി സൃഷ്ടിച്ചിട്ട് അവയെല്ലാം ഓരോന്നിനെയും പ്രത്യേകം ഉപസംഹരിക്കുന്നു രുദ്രനായിട്ട്. എന്ന് മാത്രമല്ല, ഇവയെല്ലാം, ഈ ലോകങ്ങളെയെല്ലാം കൃത്യസമയത്ത് ഒരുമിച്ചും തന്നിലേക്ക് ലയിപ്പിക്കുന്നു. ആ ലയത്തിന് പ്രളയം എന്ന് പേര്. അത് തുടർന്ന് ഭീഷ്മൻ കേൾപ്പിക്കുകയാണ് യുധിഷ്ഠിരനെ. കൽപ്പാനാം ബഹുകോട്യശ്ച സമനീതാ ഹി ഭാരത ആഭൂത സംപ്ലവാശ്ചൈവ ബഹുകോട്യോ അതിചക്രമു. എത്രയോ കൽപ്പങ്ങൾ കടന്നുപോയിരിക്കുന്നു. സൃഷ്ടിയും സ്ഥിതിയും ലയവും അനേകം കൽപ്പങ്ങൾ ഇങ്ങനെ കടന്നുപോയിരിക്കുന്നു. എത്രയെന്ന് നമുക്ക് എണ്ണാനാവില്ല. ഇതെല്ലാം നിർവഹിക്കുന്നത് ആ നാരായണൻ്റെ ശക്തി കൊണ്ടാണ്, ചൈതന്യം കൊണ്ടാണ് എന്ന് അറിഞ്ഞുകൊള്ളണം.